ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിജയദാസ് ചെട്ടിക്കോണം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നു. യാക്കോബ് തൻ്റെ വഴിക്ക് പോയി, ദൈവത്തിൻ്റെ ദൂതന്മാർ അവൻ്റെ എതിരെ വന്നു. നമുക്കറിയാം, പഴയ നിയമ പുസ്തകങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കരുതലും ദൈവത്തിൻ്റെ നിയോഗങ്ങളുമൊക്കെ അനുഭവിച്ചേറ്റെടുത്ത അനുഗ്രഹീതമായ വ്യക്തിത്വത്തിനുടമയാണ് യാക്കോബ്. ഉബായി എന്നുള്ള പേരിൽ ജീവിതം ആരംഭിച്ചെങ്കിലും ദൈവത്തിൻ്റെ പ്രഭുവായി മാറ്റപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് യാക്കോബ്. തൻ്റെ ജീവിതത്തിൻ്റെ നാൾവഴിയിൽ താൻ കഷ്ടപ്പെട്ടതും അധ്വാനിച്ചതും മുഴുവനും ഈ ലോകത്തിലെ ഭൗതിക സുഖങ്ങളും നേട്ടങ്ങളും സംഭരിക്കുന്നതിന് വേണ്ടിയാണ്. ശലോമോൻ്റെ ഭാഷയിൽ ചിന്തിക്കുകയാണെങ്കിൽ, തൻ്റെ കണ്ണിന് ഇമ്പമായി തോന്നിയതൊന്നും നിഷേധിക്കാതെ അതെല്ലാം ജീവിതത്തെ സ്വന്തമാക്കണമെന്നുള്ള ആർത്തിയോടെ മുന്നോട്ട് പോയ, പടവെട്ടി പിടിച്ചടക്കിയ ഒരു ജേതാവിനെ പോലെ ജീവിച്ച് മുന്നേറി വന്ന യാക്കോബിനെയാണ് നമ്മൾ ഈ വാക്യത്തിന് തൊട്ട് മുമ്പിലുള്ള അധ്യായങ്ങളെ കാണുവാനായിട്ട് കഴിയുന്നത്. പക്ഷെങ്കിൽ യാക്കോബിൻ്റെ എതിരെ ദൈവദൂതന്മാർ തന്നെ എതിരേറ്റ് വരുന്നതായിരിക്കുന്ന ആ സന്ദർഭം നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, യാക്കോബ് ഇപ്പോൾ ആയിരിക്കുന്ന മാനസിക അവസ്ഥയും തൻ്റെ ഭൗതിക സാഹചര്യങ്ങളും വളരെയധികം അരക്ഷിത അവസ്ഥ തൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ബോധം കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. കാരണം താൻ ആശ്രയിച്ച് നിന്നതായിരിക്കുന്ന, അല്ലെങ്കിൽ തന്നെ ഇതുവരെ സംരക്ഷിച്ച് നിർത്തിയതായിരിക്കുന്ന തൻ്റെ അമ്മാവനായിരിക്കുന്ന ലാബാൻ തന്നെ കൈവിട്ടിരിക്കുകയാണ്. ഇനിയും മടങ്ങി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോകാൻ നിവൃത്തിയില്ല. അതുപോലെ തന്നെ തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ഏശാവ് അദ്ദേഹത്തിനടുത്തേക്ക് പോകുവാനും ഉള്ള ധൈര്യം യാക്കോബിനില്ല. പക്ഷേ ഇനി എങ്ങോട്ട് എന്നുള്ള ചോദ്യത്തിന് വേണ്ടത്ര നിലയിൽ ഉത്തരമില്ലാതെ മുന്നോട്ട് പോകുന്ന, യാത്ര തുടരുന്ന യാക്കോബിനെ ദൈവം ശക്തീകരിക്കുന്നതിന് വേണ്ടി തൻ്റെ ദൂതന്മാരെ, അവരുടെ ഒരു ഗണത്തെ തന്നെ യാക്കോബിനെ എതിരേറ്റ് ചെല്ലുവാൻ അയക്കുന്നത് നമ്മൾ കാണുന്നു. വാസ്തവത്തിൽ യാക്കോബ് തന്നെ ആക്രമിച്ച് കീഴടക്കാൻ വരുന്ന ഏശാവിനെയും പരിവാരങ്ങളെയും മുന്നിൽ കണ്ട് യാത്ര ചെയ്യുമ്പോൾ തൻ്റെ ഹൃദയത്തെ വളരെയധികം ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും ഇടയായിത്തീർന്ന ഒരു സന്ദർഭമാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിത പ്രതിസന്ധികളെ മറികടക്കുവാൻ വിഷമിക്കുമ്പോൾ മുന്നിൽ പലതും നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നു എന്ന് നാം വിലയിരുത്തുമ്പോൾ, ഇത്തരത്തിലുള്ള ചില ദൈവിക ഇടപെടലുകൾ നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തെ വളരെയധികം ആശ്വാസപ്രദമാക്കുന്നതാണ്, നമുക്ക് മുന്നോട്ടുള്ള പാതയിൽ പ്രകാശമായി തീരുന്നതാണ് എന്നുള്ള അനുഭവം അല്ലെങ്കിൽ ഒരു പാഠം നമുക്ക് ഈ ഭാഗത്ത് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ യാക്കോബിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ, തൻ്റെ ഭാര്യമാർ 2 പേരുണ്ട്, അതുപോലെ തന്നെ മക്കൾ, അങ്ങനെ ഒത്തിരി ഭൗതികമായിരിക്കുന്ന ഈ ലോകപ്രകാരമുള്ള ഒത്തിരി നന്മകൾ തനിക്കുണ്ട്. ആടുമാടുകളുണ്ട്, എല്ലാ വിധത്തിലും എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാവരുമുണ്ട്, പക്ഷേ തനിക്കാരുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് താൻ മാറ്റപ്പെടുകയാണ്. എല്ലാമുണ്ട്, വളരെ സമൃദ്ധമായിട്ട് തന്നെ ഉണ്ട്, പക്ഷേ തനിക്കൊന്നുമില്ല എന്നൊരവസ്ഥയിലേക്ക് താൻ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്നുള്ള ഒരു ബോധം തന്നെ ഭരിക്കുകയാണ്. അപ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ തനിക്കെതിരെ വരുന്നത്. ഇപ്പോൾ യാക്കോബ് മനസ്സിലാക്കുന്ന ഒരു വസ്തുതയുണ്ട്. താൻ ഇതുവരെ നേടിയതൊന്നും യഥാർത്ഥത്തിലുള്ള അനുഗ്രഹമോ ദൈവത്തിൻ്റെ
കരുതൽ കൊണ്ട് താൻ അനുഭവിച്ചതായിരിക്കുന്ന അല്ലെങ്കിൽ നേടിയതായിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. തൻ്റെ ചില ബുദ്ധി വൈഭവം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വക്രബുദ്ധി എന്ന് തന്നെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ നേടിയതാണെന്ന് തനിക്ക് തന്നെ ഒരു ബോധ്യമുള്ള തൻ്റെ സമ്പത്തുകൾ തനിക്കൊരു ഭാരമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് തൻ്റെ ഭാര്യമാരൊരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം, തൻ്റെ സഹോദരൻ വന്ന് ആരെയൊക്കെയാണ് ആക്രമിക്കുന്നത്, തൻ്റെ സമ്പത്ത് മുഴുവൻ അപഹരിക്കുമോ എന്നുള്ള ഭയമൊക്കെയും തൻ്റെ ഹൃദയത്തെ ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മുന്നോട്ട് കാര്യങ്ങൾ നീങ്ങുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ യാക്കോബ് ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് തുടങ്ങുന്നത് ഈ അധ്യായം താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് യബ്ബോക്ക് എൻ്റെ തീരത്ത് വെച്ച്, യബ്ബോക്ക് കടലിൽ വെച്ച് ദൈവവുമായിട്ട് ഒരു പ്രത്യേക ഇടപെടൽ തൻ്റെ ജീവിതത്തിലുണ്ടാകും. വാസ്തവത്തിൽ അതോടുകൂടെ യാക്കോബിൻ്റെ ജീവിതം മാറിമറിയുകയാണ്. അവിടെ ഏകാന്തതയുടെ നടുവിൽ ദൈവമായിട്ട് ഇടപെട്ട യാക്കോബ് പിറ്റേ ദിവസം വെളുപ്പിന് അവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ തൻ്റെ മേൽ സൂര്യൻ ഉദിച്ചു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ താൻ മുടന്തി നടന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗത്ത് ദൈവത്തിൻ്റെ പ്രകാശം, അതെ, ദൈവത്തിൻ്റെ വലിയ ദയയും കരുണയും തനിക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ തന്നെ തൻ്റെ ജഡത്തിൻ്റെ ശക്തി അവിടെ തീരുകയും ദൈവത്തിൻ്റെ ബലം തന്നെ വ്യാപരിച്ച് താൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു ഉപകരണമായിട്ട് തുടർന്നുള്ള ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദൈവം രൂപപ്പെടുത്തിയെടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മെ സ്വാധീനിച്ചിട്ടുള്ള, നമ്മളെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒത്തിരി മഹാന്മാരും ഒത്തിരി മഹത് വ്യക്തിയുടെ ചിന്തകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. പക്ഷേങ്കിൽ ബൈബിളിലെ അനുഗ്രഹീതരായിരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും അവരുടേതായിരിക്കുന്ന സ്വയം പരിശ്രമങ്ങളും കഴിവുകളും എല്ലാം ഏതെങ്കിലും സന്ദർഭത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് ദൈവം എടുത്തു മാറ്റിയപ്പോൾ അസാധാരണമാം വിധം ദൈവം അവരെ മറ്റൊരു നിലയിൽ തൻ്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗിച്ച ചരിത്രമാണ് ബൈബിൾ നമുക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്. ലോക ചരിത്രത്തിലെ മഹാന്മാരൊക്കെ അതിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, നാം മുന്നോട്ടുള്ള ജീവിതയാത്ര എന്താണ് നാം ആഗ്രഹിക്കുന്നത്? നമ്മുടെ പ്രതിസന്ധികളെ തളരുമ്പോൾ, നമ്മുടെ ഉറ്റവരും ഉടയവരുമായിട്ടുള്ളവർ കൈവിടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ നേടിയെടുത്തതൊക്കെ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള ചിന്ത കടന്നു വരുമ്പോൾ നമ്മെ എതിരേൽക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുമെന്ന് നമുക്ക് പ്രത്യാശയുണ്ടോ? അല്ലെങ്കിൽ യാക്കോബിൻ്റെ ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാം തുടർന്നുള്ള ജീവിതം തനിക്ക് പ്രസാദമായ നിലയിലും ദൈവേഷ്ടത്തിനനുസരിച്ചുമായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഈ ചിന്ത ശ്രവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ തുടർന്നുള്ള നമ്മുടെ ശിഷ്ടജീവിതം ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഭദ്രമാക്കി മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ മുന്നേറുവാനും തൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ, തൻ്റെ ഹിതം പൂർത്തീകരിക്കുവാൻ വലിയവനായ ദൈവം ഈ ചിന്തകളാൽ നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.